കുക്സ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു വെജിറ്റബിൾ മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ അത് നിങ്ങൾക്ക് കുക്കറിൽ വെച്ചാണ് കാണിക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം പട്ടയും 2 കരയാമ്പും കുറച്ച് ഇത് 2 ഏലക്കയുടെ സീഡാണ്. 1 ടീസ്പൂൺ പെരുംജീരകം ഇടുന്നുണ്ട്. അല്പം ചൂടായിട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഏലക്കയുടെ സീഡ്, പട്ട എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, നാട്ടിൽ നിന്ന് വരുമ്പോൾ. പിന്നെ ഏലക്കയുടെ സീഡിട്ട് കരയാമ്പും ഇത്രയും ഇട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ട് 2 വലിയ സവോള ഞാൻ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇടാം. നമുക്കിത് അരയ്ക്കാനുള്ളതാണ്, അതുകൊണ്ട് നല്ല ഷേപ്പായിട്ട് ചോപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. ഒരുവിധം അങ്ങ് വഴറ്റാൻ ആവശ്യത്തിന് കട്ട് ചെയ്തിട്ടാൽ മതിയാകും. അതുപോലെ ഇതാണ് ഗ്രേവിക്ക് തിക്നെസ് തരുന്നത് തന്നെ ഈ ഓണിയനും ടൊമാറ്റോയുമാണ്. അതുകൊണ്ട് ഞാൻ 2 ലാർജ് സൈസ് ഓണിയനും അതുപോലെ 2 ലാർജ് സൈസ് ടൊമാറ്റോയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കളർ മാറേണ്ട ആവശ്യമില്ല. ഒരുവിധം ഒന്ന് വഴഞ്ഞിട്ട് നമുക്ക് മസാല ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ഇടാൻ പോണതാണ്. നിങ്ങൾക്ക് പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് ഇടാം. ഞാൻ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുവിധം കളർ മാറിയിട്ടുണ്ട്. നല്ല കളർ മാറിയിട്ടില്ല, ഇത്രയും മതിയാകും. നമുക്ക് കുറച്ച് കളർ പച്ച സ്മെൽ മാറി കുറച്ച് സോഫ്റ്റായാൽ മതിയാകും. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ 2 ലാർജ് സൈസ് ടൊമാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. ഇതുകൂടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കുഴഞ്ഞിട്ട് എടുക്കാം. ഒന്ന് എണ്ണയൊക്കെ തെളിയേണ്ട ആവശ്യമില്ല, അരയ്ക്കാനാണ്. അപ്പോൾ ഇത് കുറച്ചൊന്ന് കുഴയിട്ട് അതുവരെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് തുറന്ന് നമുക്ക് കുക്ക് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിടാം. അപ്പോൾ അതിൻ്റെ എളുപ്പത്തിൽ അത് ഫ്രൈ ആയി കിട്ടും. ഇത് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു, ഇപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. അതായത് അതിൽ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. ഇത്രയും വെള്ളം കുറച്ചുകൂടെ ഒന്ന് വറ്റിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 10 കാഷ്യൂനട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ അത് കുറച്ചുകൂടെ ഗ്രേവിക്ക് തിക്നെസ് കൊടുക്കാനാണ്. നിങ്ങൾക്ക് കാഷ്യൂനട്ട് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, ഇത്രയും മാത്രം മതിയാകും. ഞാൻ ഇപ്പോൾ ഒരു 10 കാഷ്യൂനട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്നത് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നതാണ്, അതാണ് എടുത്തിട്ടുള്ളത്. സോക്ക് ചെയ്യാതെ ഇങ്ങനെയും വേണമെങ്കിൽ ഇടാം, ഈ ചൂടിലാകും. പക്ഷേ കുറച്ചുകൂടെ സോക്ക് ചെയ്തിട്ട് തന്നെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റായി കിട്ടും നിങ്ങൾക്ക്. അതുകൊണ്ടാണ്, മസ്റ്റല്ല, നിങ്ങൾക്ക് എങ്ങനെ വേണം അങ്ങനെ ആഡ് ചെയ്യാം. കാഷ്യൂനട്ട് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് കുഴഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ തണുത്തിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഹാഫ് ഓണിയൻ സ്ലൈസ് ചെയ്തത്, ഒരു 3 പച്ചമുളക് ഇടുന്നുണ്ട്. ചെറിയ സവാളയുടെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഒരു ചെറിയ ഓണിയൻ എടുത്താലും മതിയാകും. ഒരു 3 ഗ്രീൻ ചില്ലി നമുക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി ഇടാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, ഇത് ഉണങ്ങിയ ഉലുവയുടെ ലീഫാണ്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചിടാം, ഇത് ഒരു പ്രത്യേക ഫ്ലേവറാണ് തരുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഇത് ഓർഡിനറി ചില്ലി പൗഡറാണ്. ഞാൻ ഇനി ഒരു 1/2 ടീസ്പൂൺ കൂടെ കാശ്മീരി ചില്ലി കൂടെ ഇടാൻ പോവുകയാണ്, നല്ല കളറിനായിട്ട്. കാശ്മീരി ചില്ലി കൂടെ ഇടുന്നുണ്ട്. കാശ്മീരി ചില്ലി ഇല്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള ഓർഡിനറി ചില്ലി പൗഡർ ഇട്ടാൽ മതിയാകും. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ഇടുന്നുണ്ട്. നിങ്ങൾ നേരത്തെ നമുക്ക് ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ ടൊമാറ്റോ ഒക്കെ അരയ്ക്കാനായിട്ട് എടുത്തതിൽ. നിങ്ങൾക്ക് ഗരം മസാല കൂടുതൽ ഇഷ്ടമില്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്യാം, അത്രയും മതിയാകും. ഇത് കുറച്ച് ഗരം മസാലയുടെ ഫ്ലേവർ ഇത് നന്നായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഇടുന്നത്. അപ്പോൾ നമ്മുടെ മസാല പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്, ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് ഞാൻ ഇപ്പോൾ കുറച്ച് കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വാഷ് ചെയ്താണ് എടുക്കുന്നത്, അതാണ് മഞ്ഞ കളറിലിരിക്കുന്നത്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു പൊട്ടറ്റോ കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് അവൈലബിൾ ആയിട്ടുണ്ടോ അതെടുത്താൽ മതിയാകും. അതൊക്കെ നമുക്ക് ഈ ഇവിടെ ഇടാം മസാലയിൽ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഇടാം, അതുപോലെ ബീൻസ് ഉണ്ടെങ്കിൽ ഇടാം. നിങ്ങളുടെ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അത്രയും ഇടാം. ഒന്നും ഇല്ലെങ്കിലും പൊട്ടറ്റോ മാത്രം കാണുമല്ലോ, അത് മാത്രം ഇട്ടാലും മതിയാകും. ഇപ്പോൾ പൊട്ടറ്റോനെ ആഡ് ചെയ്യാം. പൊട്ടറ്റോ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ നിങ്ങൾ അടുത്ത് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്, അതുകൊണ്ട് സൈഡിൽ ചൂടുവെള്ളം നിങ്ങളിപ്പോൾ തന്നെ ചൂടാകാൻ വയ്ക്കുക. മസാലകൾ ഇതിലൊന്ന് മിക്സായിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഓണിയൻ ടൊമാറ്റോ പേസ്റ്റ് കൂടെ ഇതിൽ ഒഴിക്കാം. കുറച്ചൊന്ന് മിക്സ് ചെയ്യാം, ഒരു 2 മിനിറ്റ്. ഇത് മസാലകൾ മിക്സ് ആയിട്ടുണ്ട്. ഞാൻ അടച്ചൊന്നും വെച്ചിട്ടില്ല, 1 മിനിറ്റേ ആയിട്ടുള്ളൂ. ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഞാൻ ഇപ്പം
അരച്ചു വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ഓണിയനും ടൊമാറ്റോയും എല്ലാമായിട്ട് ഹോൾ ഗരം മസാലയും, നിങ്ങളുടെ ഹോൾ ഗരം മസാല നേരത്തെ ഇട്ടിട്ടില്ലെങ്കിൽ ഇപ്പം കുറച്ച് പൊടി കൂടുതൽ ആഡ് ചെയ്താലും മതിയാകും. എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് 2 വിസിൽ വെച്ചെടുക്കാം. എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾ കുക്കറിൽ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് ഓണിയനും ഗ്രീൻ ചില്ലിയും ഫ്രൈ ചെയ്തായിരുന്നല്ലോ, അതിന് പകരം ബട്ടർ ഇട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതായത് ബട്ടർ മസാലയുടെ ഒക്കെ ടേസ്റ്റിൽ വരും. ഇത് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കുന്നത് ഓയിലായതുകൊണ്ടാണ് ഞാൻ ഓയിലിൽ ഉണ്ടാക്കിയത്. ഇതെല്ലാം ഒന്ന് മിക്സായി കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൽ ചൂടുവെള്ളം ഒഴിക്കാം. കുറച്ച് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടായിട്ട് ചൂടുവെള്ളം ഒഴിക്കാം. അപ്പോൾ ഞങ്ങളുടെ മനേറാസ് ബോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനേറാസ് ബോക്സിൻ്റെ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ബെൽ ബട്ടൺ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ഞാൻ ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പ് നമുക്ക് പിന്നീട് നോക്കിയിടാം. ഇപ്പം ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല, നമുക്ക് കുക്കായിട്ട് ഉപ്പ് നോക്കിയിടാം. ഇപ്പോൾ ചൂടുവെള്ളം ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് മസാല ഫ്രൈ ചെയ്ത് ഓണിയനൊക്കെ ഫ്രൈ ചെയ്ത് ആ പാനിൽ തന്നെ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് കുക്കായി വരുമ്പോൾ ഒന്ന് തിക്കായിക്കോളും. നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വെച്ചെടുക്കാം. എളുപ്പത്തിൽ തന്നെ ആകും നമുക്കിത് കുക്കറിലായതുകൊണ്ട്. ഇപ്പോൾ നിങ്ങൾ കുക്കറിൽ ഇത് പാനിൽ ഉണ്ടാക്കുന്നവർ ഈ സെയിം പ്രോസസ്സ് പാനിലും നിങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. പോയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ക്രീമി മിക്സ് ചെയ്യാം. നിങ്ങളിതിലിപ്പോൾ ഉപ്പ് നോക്കുക. ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പിടുക. കറക്റ്റാണ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി കുറച്ചുകൂടെ തിക്കുണ്ട്, വേണമെങ്കിൽ ലൈറ്റായിട്ടൊന്ന് പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് വിടുകയാണെങ്കിൽ കുറച്ചുകൂടെ തിക്നെസ് ഉണ്ടാകും. പക്ഷെ ഞാൻ വിടുന്നില്ല, എനിക്ക് നല്ല തിക്കായിരിക്കണം ഗ്രേവി. ഇനി ഞാൻ വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റിയായ വെജിറ്റബിൾ മസാല കൊണ്ടുവന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ്. നിങ്ങൾ ബട്ടർ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ബട്ടർ മസാലയുടെ ടേസ്റ്റ് ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് എരിവ് എല്ലാം നോക്കുക, നിങ്ങൾ ആവശ്യത്തിന് അവസാനം ആഡ് ചെയ്യുക. കുറച്ച് മല്ലിയിലയോ സ്പ്രിംഗ് ഓണിയനോ ഇട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്